പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. സാധാരണ പല മലയാള മാസങ്ങളും മേടം, ഇടവം, കർക്കിടകം, ചിങ്ങമൊക്കെ 31, 32 തീയതി വരെ വരാറുണ്ട്. പക്ഷെ ധനുമാസം വളരെ ചുരുങ്ങിയ മലയാള ദിനങ്ങളേ ഉള്ളൂ. ധനു 28 വരെ മാത്രമേ ധനുമാസമുള്ളൂ. പിന്നെ മകരം 1 കഴിഞ്ഞു. മകരം 1 എന്ന് വെച്ചാൽ 2025 ജനുവരി 14 തീയതി. മകരമാസമാകുന്നു ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യം വരുന്ന മാസങ്ങൾ. മകരമാസം മുതൽ മിഥുനൻ രാശി വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസമായി നാം കണക്കാക്കുന്നത്. അതോടുകൂടി സൂര്യൻ ബലവാനാവുകയാണ്. ആ ഉച്ചബലത്തിൻ്റെ പൂർണ്ണതയാകുന്നു മേടമാസം. മേടം 10-നാണ് സൂര്യൻ്റെ അത്യുച്ചം, നാം 10-ാം ഉദയം എന്നൊക്കെ പറയുന്നത്. അതിനാൽ ഇവിടെ ഈ വാരഫലം നാം കേവലം 6 ദിവസങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ധനുമാസം 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള, അതായത് 2025 ജനുവരി 8 മുതൽ ജനുവരി 13 വരെയുള്ള, ബുധനാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 6 ദിവസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ 6 ദിവസങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ തുലാം രാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 5-ാം ഭാവത്തിൽ ശുക്രൻ, ശനി, 6-ാം ഭാവത്തിൽ രാഹു, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ 8-ാം ഭാവത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ ചൊവ്വ, 12-ാം ഭാവത്തിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി വന്നിരിക്കുന്നത്. ഇവിടെ തുലാം രാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വെളുത്തപക്ഷത്തിലെ ശക്തനായ ചന്ദ്രനാണ്. 7-ാം ഭാവം നിങ്ങൾക്കറിയാം, യാത്രാഭാവമാണ്, വിവാഹ ഭാവമാണ്. വൈവാഹികമായ ചിന്തകളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 7-ാം ഭാവം. ഇവിടെ 7-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ഈഷു തീവ്രമതോ മതേ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തീവ്രമായ കാമം, മദനം, വിവാഹ ചിന്തകൾ ഉണ്ടാവുക. അതിനാൽ വൈവാഹിക വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഈ ഒരു വാരം. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും, ഒരു സംശയവുമില്ല. കാരണം വിവാഹമതിയായ ഗ്രഹം ചൊവ്വ നീചസ്ഥനായി കർക്കിടക രാശിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ ഗ്രഹം വക്രിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വക്രരസ്തു മഹാവീര്യാഹ, വക്രിയായ ഗ്രഹം നല്ല ഫലത്തെ ചെയ്യും. അതിനാൽ വൈവാഹിക വിഷയത്തിന് തീരുമാനങ്ങളുണ്ടാവുക. പെൺകുട്ടിയെ കാണുക, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ വരൻ്റെ വീട്ടിൽ സന്ദർശിക്കുക, ഈ രീതിയിലുള്ള ഗമനാഗമങ്ങൾ, പോക്കുവരവുകൾ ഉണ്ടാകാം. വിദേശത്തെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു അനുകൂലമായ സമയം, വളരെയധികം സന്താന ശ്രേയസ് അനുഭവിക്കപ്പെടാൻ യോഗമുണ്ട്. പലപ്പോഴും നമ്മളുമായി ഇടഞ്ഞു നിൽക്കുന്ന മക്കൾ നമ്മളോട് ഒരു കോംപ്രമൈസിൻ്റെ പാതയിൽ വരുന്ന വാരമാണ്. ലഗ്നപുത്രേശ്വരോഗേടവും പരസ്പരം നിരീക്ഷിതവും പരസ്പര ഗൃഹാംശസ്ഥവും ശുശ്രൂഷാം കാര്യേത് സുതാം. തൻ്റെ മക്കൾ തന്നെ ശുശ്രൂഷ ചെയ്യും. ശ്രോതമിച്ഛ എന്നാണ് ശുശ്രൂഷ. താൻ പറഞ്ഞ വാക്കുകൾ കേൾക്കുമെന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സന്താന വിഷയങ്ങൾക്ക് വളരെ അനുകൂലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സന്താനത്തിനായി ശ്രമിക്കുന്നവർക്കും തങ്ങളുടെ എല്ലാ സർവ്വശക്തിയും ഉപയോഗിച്ച് ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ സന്താന വിഷയത്തിലേക്ക് അനുകൂലമായി ഈ വാരത്തെ ഉപയോഗപ്പെടുത്താം. സഹോദര ഗുണം പ്രായണ കുറയും. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനാണ്. മൂത്ത സഹോദരനെ ദോഷമാണെന്ന് പറഞ്ഞിരിക്കുന്നു. സഹോദര ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം നിൽക്കുന്നത് ദുർബലമായി 8-ലാണ്. അതിനാൽ പലപ്പോഴും സഹോദര വിഷയത്തിൽ പ്രയാസങ്ങളുണ്ടാകാം. 3-ൽ ബുധൻ വരുമ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും സഹോദരങ്ങൾ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കും. അവർ ഇൻഡിപെൻഡൻ്റ് ആകാതെ നമ്മളെ ആശ്രയിക്കുക എന്നൊരു ദോഷം വരും. അതിനാൽ പലപ്പോഴും അവരെ സഹായിക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുക, ഇതൊക്കെ തന്നെ പലപ്പോഴും വിപരീതമായ ഫലത്തെയാണ് ഉണ്ടാക്കുക. തുലാം രാശിക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഫലമാണ് ബന്ധുനാം ഉപകാരകത, തൻ്റെ ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യുക. ബിരുഢ തെക്തഹ തേഹി സപ്തമേ, അവർ നമ്മളെ പരിത്യജിക്കും, ഉപേക്ഷിക്കും, ആവശ്യം കഴിഞ്ഞാൽ കരിവേപ്പില പോലെ വലിച്ചെറിയും. അതിനാൽ സഹോദര ഗുണങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വാരമാണ്. 10-ാം ഭാവത്തിലെ ചൊവ്വ ചില കർമ്മ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാം. എങ്കിലും തുലാം രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ നല്ലതാണ്. അവിടെ ചൊവ്വ നീചസ്ഥനാണെങ്കിലും 10-ാം ഭാവത്തിൽ ദിഗ്ബലവാനായി നിൽക്കുന്നൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ ഉത്സാഹത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ വിജയപഥത്തിലേക്ക് കയറുവാൻ തുലാം രാശിക്കാർ ഈ ഒരു വാരം വളരെ നല്ലതാണ്. കാരണം 3-ൽ ബുധൻ നിൽക്കുന്നു.
വലിയ വ്യാപാരികളെ സുഹൃത്താകുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അവരിലൂടെ തനിക്ക് ധാരാളം അനുഭവങ്ങൾ വരുന്ന സമയമാണ്. ഇവിടെ തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യേണ്ടുന്ന വാരമാകുന്നു. വിവാഹ വിഷയം വളരെ ഗൗരവമായി ചിന്തിക്കുന്നവർക്ക് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാം സ്വയംവരാർച്ചന. അതേ രീതിയിൽ വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ചെയ്യാം. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ നീക്കുക. വളരെ അനുകൂലമായ ഫലം തുലാൻ രാശിക്കാർക്ക് മുന്നിൽ നാം കാണുന്നു. വാതിലുകൾ തുറന്നിടാൻ വേണ്ടി ദൈവികമായ ശക്തി കൂടി, ചാലക ശക്തി കൂടി എൻ്റെ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർക്ക് ഞാൻ ആശംസിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വൃശ്ചികൻ രാശി എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളിൽ 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 4-ൽ ശുക്രൻ, ശനി, 5-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ചൊവ്വ, 11-ാം ഭാവത്തിൽ കേതു. വൃശ്ചികൻ രാശിക്കാർക്ക് സ്വതവേ ജനക ഗുരുവിയുക്ത ശൈശവേ വ്യാധിദശ്ച എന്ന ഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്ത് രോഗാദി അരിഷ്ടതകൾ ഉണ്ടാവുക, തൻ്റെ പിതാവിനെ ഉപേക്ഷിച്ച് പോവുക. പലപ്പോഴും വൃശ്ചികൻ രാശിക്കാർക്ക് നമുക്ക് കാണാം, അവർ പ്രായമാകുമ്പോൾ മിക്കവാറും അവരുടെ പിതാവ് ഒന്നുകിൽ മിലിറ്ററി സർവീസിലായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് ദൂരസ്ഥലത്ത് ജോലി ചെയ്തിരിക്കും. അച്ഛനുമായിട്ടുള്ള ആ ക്ലോസ് കോണ്ടാക്റ്റ് കുട്ടിക്കാലത്ത് കാണില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മക്കൾ ഒരുവിധം യുവാവായി വളരുമ്പോൾ തന്നെ അവർ പഠനത്തിനായിക്കൊണ്ടോ ജോലിക്കായിക്കൊണ്ടോ പിതാവിനെ ഉപേക്ഷിച്ച് ദൂരത്തേക്ക് പോകും. പലപ്പോഴും അച്ഛനുമായി ബന്ധപ്പെടുന്ന ആത്മബന്ധം ഇവർക്ക് കുറവായിരിക്കാം. പക്ഷേ ഇന്ന് വൃശ്ചിക രാശിക്കാർക്ക് മാതൃവിഷയത്തിൽ അമ്മയുമായി ബന്ധപ്പെടുന്ന ആത്മവിഷയം വളരെ നല്ലതാണ്. അവിടെ ശശമഹായോഗം ചെയ്ത് കണ്ടകശനി ഉണ്ടെങ്കിലും ശശമഹായോഗം ചെയ്ത് ശനി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അച്ഛൻ വീട്ടിൽ ഒരു ഹിറ്റ്ലറായി വളരെ സ്ട്രിക്റ്റായി നിൽക്കുമ്പോൾ എല്ലാം അമ്മയോട് പറഞ്ഞ് അമ്മയുടെ സ്നേഹം, അമ്മയുടെ ആ പ്രീതി, അല്ലെങ്കിൽ അമ്മയുടെ കാരുണ്യ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങാൻ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ നല്ലതാണ്. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുന്ന വാരമാണ്. അതിനാൽ സ്വത്ത് വിൽക്കണമെങ്കിൽ ഈ ഒരു വാരത്ത് വളരെ അനുകൂലമാണ്. അത് പെട്ടെന്ന് അറിയാതെ നമ്മളുടെ കൈകളിലൂടെ പുറത്തേക്ക് പോകും. ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. ശത്രു വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രുക്കൾ വരും. അമ്മയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ ആരോഗ്യമാണ് ഈ ഒരു വാരം വൃശ്ചികൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത്. അച്ഛൻ്റെ പേരിലും അമ്മയുടെ പേരിലും ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകും. അസമയത്ത് തന്നെ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ അവരുടെ പേരിൽ കഴിപ്പിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. കർമ്മമേഖലയിൽ വളരെ അനുകൂലമാണ്. പുതിയ പദ്ധതികൾ, ആരംഭങ്ങൾ, തുടക്കങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം 2-ൽ സൂര്യൻ വരുമ്പോൾ പെട്ടെന്ന് ലാഭം വരും, വാഹന ലാഭം ഉണ്ടാകും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ അനുകൂലമാണ്. 4-ാം ഭാവത്തിൽ വാഹനകാരകനായ ശുക്രൻ നിൽക്കുന്നുണ്ട്. പഴയ വാഹനം വിൽക്കാനോ അല്ല പുത്തൻ വാഹനം വാങ്ങാനോ അനുകൂലമാണ്. ഭൂമി വാങ്ങുക, വീട് നിർമ്മാണത്തിനുള്ള സ്ഥലങ്ങൾ പെട്ടെന്ന് അമ്മയുടെ ഭാഗത്തിൽ നിന്നും കിട്ടും. അമ്മയുടെ സ്വത്ത് വാങ്ങുക. അച്ഛൻ്റെ സ്വത്ത് ഒരു ഭാഗത്ത് നഷ്ടപ്പെടുന്ന സമയമാണെന്ന് പറഞ്ഞു. അമ്മയുടെ ഭാഗത്ത് സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ അമ്മാവന്മാരുടെ ഭൂമിയൊക്കെ തൻ്റെ കൈവശം വന്നു ചേരുക, ഭൂമിക്ക് കാശ് കൊടുക്കുക, അഡ്വാൻസ് കൊടുക്കുക. ഈ മകരം മാസം മുതൽ അത് കോമ്പൗണ്ട് വാളൊക്കെ തിരിച്ച് കെട്ടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധീരമായിട്ട് ചെയ്യണം വൃശ്ചിക രാശിക്കാർ. ഇവിടെ ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര കുരുതി വഴിപാടായി ചെയ്യുക. ശത്രുമുട്ട് നാളികേരം കൊണ്ടും കൂടി ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആരോഗ്യമുട്ടി ചെയ്യുന്നതും വളരെ നല്ലതാണ്. ശാരീരികമായി അധികം സ്ട്രെസ് എടുത്ത് വർക്ക് ചെയ്താൽ പെട്ടെന്ന് BP, രക്തമർദ്ദം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ വരുന്ന വാരമാണെന്ന് ഓർക്കണം. എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും നല്ല ശോഭനമായൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മൂലം, പുരാണം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് ധനുരാശിയിൽ ലഗ്നത്തിൽ സൂര്യനും ബുധനുമുണ്ട്. 3-ാം ഭാവത്തിൽ ശുക്രൻ, ശനി, 4-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ ചൊവ്വ, 8-ാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വ, 11-ാം ഭാവത്തിൽ കേതു. പ്രായണ സന്താന വിഷയത്തിൽ വളരെ ദോഷകരമായ സമയമാണ്. ഇന്ന് ചൊവ്വ അഷ്ടമത്തിൽ ദുർബലമായി സന്താനവതിയായി വൈകല്യവാനായി നിൽക്കുന്നു. പലപ്പോഴും ശ്രദ്ധിക്കണം, മക്കൾക്ക് വാഹനാപകടത്തിൻ്റെ സമയമാണ്. 2 വീലറായാലും 4 വീലറായാലും രാത്രി യാത്രയിൽ വളരെയധികം അപകടങ്ങൾ ഈ 6 ദിവസക്കാലം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 5-ൽ ചന്ദ്രൻ മക്കൾക്ക് കുറച്ചുകൂടി
അവരുടെ വിദ്യയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ കുറച്ചുകൂടി നന്മകൾ അവർക്ക് പ്രദാനം ചെയ്യുക. പഠിക്കാനും എഴുതുവാനും ഗവേഷകർക്കും അതുമൂലമുള്ള യാത്രയ്ക്കും അനുകൂലമായ സമയമാണ്. പഠിതാക്കൾക്ക് വളരെ നല്ലതാണ്. അവരുടെ ലോൺ പാസ്സാകാം, അവർക്ക് വിസ ലഭിക്കാം, അംഗീകാരങ്ങൾ ലഭിക്കാം, പുത്തൻ ജോലിയിൽ അതുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക് പുത്തൻ ജോലിയിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ ഈ വാരം അവർക്കൊരു പ്രത്യേക കരുത്ത് വരും. സ്വതവേ ധനുരാശിയുടെ സ്വഭാവം തന്നെ കർമ്മോദ്യത ശില്പവിത്താണ്. എൻജിനീയറിംഗ് ടാലൻറ്റ് കൂടുതലായിരിക്കും. അതിനാൽ എൻജിനീയറിംഗ് സ്റ്റുഡൻസിന് വളരെയധികം ഗുണം വരും. അതേ രീതിയിൽ മെഡിക്കൽ മെഡിക്കലുമായി ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ പുത്തൻ ജോലി വിഷയത്തിലേക്ക് സധീരം ഇറങ്ങുവാനുള്ള വാരമാണ്. 3-ാം ഭാവത്തിൽ ശുക്രനും ശനിയും നിൽക്കുന്നുണ്ട്. സ്ത്രീജനങ്ങളുടെ രതി കുറയുക എന്നൊരു ഫലമുണ്ട്. എങ്കിലും 7-ാം ഭാവാധിപനായ ഗ്രഹം ബുധൻ ഭാവത്തിലേക്ക് നോക്കുന്നതുകൊണ്ട് ദാമ്പത്യം ഈ 6 ദിവസക്കാലം നല്ലതായിരിക്കാം. വിവാഹ തീരുമാനങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി മുന്നോട്ട് നീങ്ങാം. സുഹൃത്തുക്കളുമായി പാർട്ട്ണർഷിപ്പ് വിഷയം വളരെ ശ്രദ്ധിക്കണം. അഷ്ടമത്തിലെ ചൊവ്വ സൽക്കരിച്ച് സുഹൃത്ത് ശത്രുവായി തീരുമെന്നൊരു ദോഷഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സൗഹൃദത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ധനുരാശിക്കാർക്ക് മാത്രം ഒരു ഫലം പറഞ്ഞിട്ടുണ്ട്. ബന്ധിദ്വിട്ട്, ബന്ധുക്കളുമായി ദ്വേഷിക്കും, ശത്രുത വരുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കാലിൽ ധനുരാശിക്കാർ സ്വതവേ വളരെ പ്രാപ്തരാണ്. ഇന്നവർക്ക് വ്യാഴം 6-ലാണെങ്കിലും ഈ ആസന്ന ഭാവിയിൽ മെയ് മാസം പകുതിയാകുമ്പോഴേക്കും വ്യാഴം 7-ലേക്ക് വരും. അത് ധനുരാശിക്കാർക്ക് ഒരു വലിയ പ്രകാശം അവരുടെ ജീവിതത്തിൽ സംജാതമാകുന്ന വർഷമാകുന്നു. കണ്ടകശനി വരും മാർച്ച് 29 മുതൽ. ആ സമയത്തേക്ക് ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന ചൊല്ലുക. മക്കളുടെ ശ്രേയസ്സിന് വേണ്ടി ചെറിയ മക്കളാണെങ്കിൽ അവരുടെ പേരിൽ കർഗഹോമം 12 വയസ്സിന് താഴെ, 12 വയസ്സിന് മുകളിലാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടുകളായി ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും ധനുരാശിക്കാർക്ക്. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും സുശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.